ഇത് ഇൻട്രൊഡക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തു. ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ഉള്ളിലിരിക്കുകയാണ്. So, first of all, welcome back to my yet another episode of Onam. Actually, this video has to be and should to be uploaded on the day of Onam itself. പക്ഷേ because of time limitations and all, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടണേ. We actually didn't plan to take a vlog and all. കുറച്ച് ക്ലിപ്സ് എടുത്തു. So, there were clips to upload as like a vlog. So, I thought I'll upload. അങ്ങനെ നമുക്ക് ഓഫായിരുന്നു ഓണത്തിൻ്റെ ആ ഡേ. So we were planning from so many days. So plan ചെയ്തൊന്നും നടക്കാത്തത് കൊണ്ട് we right now the thing what we are doing is like spot planning. അന്നേരം പ്ലാൻ ചെയ്യുക, ദെയർ ആഫ്റ്റർ വി യൂസ് ടു ഗോ. അങ്ങനെ ഓണത്തിൻ്റെ തലേന്ന് നമ്മൾ ഓബൈത്തമാരയിൽ വിളിച്ച് ബുക്ക് ചെയ്തു ഇതുപോലെ ഓണസദ്യ ആൻഡ് ഓൾ. ആൻഡ് ദേ വർ ഹാവിങ് ദീസ് ടൈപ്പ് ഓഫ് പാക്കേജസ് വിത്ത് മാവേലി. ലൈക്ക് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് പാക്കേജ്. ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മാവേലി, ചെണ്ടമേളം, ദെയർ ആഫ്റ്റർ മോഹിനിയാട്ടം ആൻഡ് പൂക്കളം. ഓഫ് കോഴ്സ് പൂക്കളം വിൽ ബി ദെയർ ദെൻ വിത്ത് ഓണത്തപ്പൻ ആൻഡ് സോ മെനി postures of Kathakali, Chendamelam, everything was there, like single individual postures and all. Thereafter, the decor was literally nice. It gave us a complete vibe of Onam. We thought പോവുക സദ്യ കഴിക്കുക തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ thereafter we get to know that they were having all these proper traditional things and all. So we got the exact vibe. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തില്ല എന്താ വ്ലോഗ് എടുക്കണം എന്നുള്ള കാര്യമൊന്നും. പക്ഷേ വി തോട്ട് നെക്സ്റ്റ് ഇയർ എന്താണ്, എങ്ങനെയാണ്, ആരൊക്കെ ഇവിടെ ഉണ്ടാവും, ആർക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. സോ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ക്ലിപ്സേ ഉള്ളൂ, അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാമെന്നുള്ള രീതിക്ക്. സോ ദെയർ ആഫ്റ്റർ വി വെൻറ്റ് ഫോർ ഹാവിങ് അവർ സദ്യ, ദി മെയിൻ തിങ്. And this sadhya was too good. It was literally good, and we enjoyed a lot. Like we are eagerly waiting for next year's Onam to have the sadhya from here. So angane actually we planned so many destinations, but because of the time limitations and all, we were not able to go over those places and all. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം വി റീച്ച്ഡ് അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കനകക്കുന്ന്. Actually we wanted some outdoor pictures. നമുക്ക് ഇൻഡോർ കുറച്ച് കിട്ടി ഒബൈത്തമാരിൽ നിന്ന്. Thereafter we wanted some outdoor, so we just planned. Actually I and Chipu went a day before Onam to Kanagakunnu because there were so many programs going on, some band programs of Srinivasan, Sitara, and also we thought we'll go tomorrow, like we'll plan to go to Kanagakunnu the next day, means the day of Onam. Because they were having this like artificial type of buildings and all, like നമ്മൾ പറയില്ലേ സെറ്റ് ഇടുകയെന്ന്. സോ അങ്ങനത്തെ പ്ലേസസ് ഈ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ലൈക്ക് ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഓൾ തറവാട്, ദേ ഹാവ് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് ദെയർ. അവർ സെറ്റ് ഇട്ടതാണ്, അങ്ങനത്തെ സംഭവമാണിത്, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ സ്ഥലമാണ്. So we noted this place and we thought we'll come the next day for taking pictures. So അങ്ങനെ we came here. There was this wing and all. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വി ഗോട്ട് ലിറ്ററലി നൈസ് പോർട്രേറ്റ്സ് ആൻഡ് ഓൾ. വി ഹാവ് ആക്ച്വലി അപ്ലോഡഡ് ഓൾ ദോസ്, ബട്ട് ഐ തിങ്ക് ദർ ഈസ് സം മോർ ടു അപ്ലോഡ് ബിക്കോസ് ഓണത്തിൻ്റെ സമയത്ത് തന്നെ വി ഹാവ് ഡൺ സോ മെനി ഫോട്ടോഷൂട്ട്സ് ആൻഡ് ഓൾ. സോ അതിൻ്റെ ഫോട്ടോസ് പോലും ഇതുവരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനി വി തോട്ട് ദർ ഈസ് ടൈം അൺടിൽ ദി 28ാം ഓണം. സോ വി വർ പ്ലാനിങ് ടു ജസ്റ്റ് അപ്ലോഡ് ടിൽ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ
എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഈസ് ഗോയിങ് ഓൺ. അതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്ന് വെച്ചിട്ട് വി ഹാവ് ജസ്റ്റ് മ്യൂട്ടഡ്. ഇറ്റ് ഈസ് വെരി റെയർ ദാറ്റ് നമ്മൾ 3 പേരും ഒരുമിച്ച് കാണുന്നത്. ആൻഡ് വി ആർ ലിറ്ററലി താങ്കിങ് ഗോഡ് ബിക്കോസ് വി ഗോട്ട് എ ഡേ ലൈക്ക് ദിസ്. സോ നമ്മളിപ്പോൾ ഫ്ലൈറ്റ്സ് കാരണം സ്കെഡ്യൂൾസ് ഒക്കെ കാരണം നമ്മൾ നേരിട്ട് കാണുന്നത് പോലും ഭയങ്കര കുറവാണ്. എനിവേ ദാറ്റ്സ് വൈ ഐ തോട്ട് ദാറ്റ് ഐ വിൽ ടേക്ക് എ വ്ലോഗ് ലൈക്ക് ദിസ്. സോ നെക്സ്റ്റ് ഇയറും അറ്റ് ദി ഡേ ഓഫ് ഓണം വിൽ നോട്ട് മിസ് അവർ സെൽഫ്. സോ ദാറ്റ്സ് വൈ we were actually vibing to a song which they have kept over there. So a well spent day together. അതാണ് ക്യാപ്ഷൻ. ഇന്നൊരു സംഭവം അഭിച്ച് ഇങ്ങനെ വരും. ആ മുഖം ഒന്ന് കാണിച്ചിട്ട് മുഖം വരും. ഞങ്ങൾ 3 ആളോട് അഭിച്ച് ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാട്ടോ വീഡിയോ. ഫോൺ നേരെ പുളിശ്ശേരിയിലോ നമ്മളത് ഇഞ്ചിത്തീയലിലും വെളുത്ത് പച്ചടിയിലും ഒക്കെ ഫോൺ മുങ്ങി എണീറ്റ് വരണം. എന്നിട്ട് അഭിച്ച ഭയങ്കര സീരിയസ്ലി ടിഷ്യൂ ചോദിക്കാം. അവിടെ ടിഷ്യൂ ഒന്നുമില്ല. അപ്പൊ തന്നെ ഞാൻ ടിഷ്യൂ എന്തിനാ ടേബിൾ ക്ലോത്തിൽ തുടച്ചു. ഒരാൾ കൂടി നമ്മുടെ കൂടെയുണ്ട്. സ്വന്തം ഡെവലപ്മെന്റ് സ്വന്തം പ്രൊമോഷൻ ഏറ്റെടുത്ത് ഇവിടെ ഒരു ആള് ഇരിപ്പുണ്ട്. എന്തായാലും സനിസയുടെ കൂടെ 1-2 ആൾക്കാരുണ്ട്. സനിസ ഇവര് ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അന്നേരം സനിസ ഇവരെ കൂടെ കൂടി. സനിസ ഇപ്പൊ നമുക്ക് വേണ്ടി ഡാൻസ് കളിക്കുന്നതാണ്. അതിനു മുമ്പ് ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഇവരെ ചില്ലറക്കാരൊന്നുമല്ല. എന്താ പേരെന്താ? ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഹരിചന്ദന. എന്ത് ചെയ്യാ? ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യാ. ക്രൂ ആണ്, എയർ ഹോസ്റ്റസ് ആണ്. അതെ. എവിടെയാ വീട്? എവിടെയാ? കൊട്ടാരക്കര. കൊല്ലം. എന്റെ നാടും കൊല്ലമാണ് കേട്ടോ. എന്താ പേരെന്താ? സിൽഫ. അത് എയർ ഇന്ത്യ തന്നെയാണ്? അതെ, എയർ ഇന്ത്യ എക്സ്പ്രസ്. എവിടെ നാട്? എവിടെയാ? കൊച്ചിയാണ്. കൊച്ചി. എത്ര നാളാ എയർ ഇന്ത്യയിൽ? ഇപ്പൊ 2 വർഷം ആവുന്നു. അവധി എടുത്തിട്ട് വന്നതാണ്? എത്ര ദിവസം അവധി? അല്ല, ഇന്നിപ്പോ ഞങ്ങൾക്ക് ഓഫ് കിട്ടിയിട്ട് അങ്ങനെ വന്നതാ. ഈ സനിസ എങ്ങനെ നിങ്ങൾ എടുത്തെത്തിപ്പെട്ടത്? ഇതെങ്ങനെ ഇങ്ങോട്ട് കളഞ്ഞു കിട്ടിയതാണ്. ഈ ഓണം വന്നതിന് ശേഷം ഞാൻ എന്റെ ഒരു ക്യാമ്പസ് മൂഡിലാണ്. അപ്പൊ നമ്മുടെ വൈബ് സെറ്റ് ആവുന്നവരെ കാണുമ്പോ എനിക്കങ്ങ് ഓളറങ്ങും. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്. ഈ ആള് ക്യാമറയുടെ പുറകിൽ നിൽക്കുകയാണ്. നമ്മൾ കുറെ നിർബന്ധിച്ചു ക്യാമറയുടെ മുന്നിലേക്ക് വരാം. എനിക്ക് അതിനോട് താല്പര്യമില്ല, പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മൊബൈലില്. പേരെന്താണ്? അഭിരാമിയാണ്. അഭിരാമിയെ നിങ്ങൾക്ക് അഭിരാമി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്നും ഇങ്ങോട്ട് വന്നാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇതാണ് അഭിരാമി. എവിടാ വീട്? എവിടെയാ? പാലക്കാട്. അഭിരാമിയെ റിലീവ് ചെയ്യാൻ വേണ്ടി മീഡിയ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് സനിസയുടെയും ഇവരുടെയും ഡാൻസ് കാണാം എന്ന് തോന്നുന്നു. എടുക്കണം. എനിക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. അതിനകത്തൊരു ചെറിയ പാട്ട്. അതെ, അത് പ്ലേ ആണ് കേട്ടാ. ഡാൻസ് ചെയ്തോണോ സനിസ? വൈറസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് പഠിപ്പിച്ചടിയല്ലേ. ഇനിയിപ്പോ നാളെ ഡ്യൂട്ടി കയറണം അല്ലേ? അതെ. അങ്ങനെ ഓണം ഇനിയിപ്പോ നാളെയൊക്കെ എവിടെ ആയിരിക്കും?
അങ്ങോട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങോട്ട് പോകുന്നു നിങ്ങൾക്ക് എങ്ങനെ? നമുക്ക് റോസ്റ്റർ ഒക്കെ ഉണ്ട്, എങ്കിലും ഇപ്പോ ബ്ലാങ്ക് ആയിട്ടാ കിടക്കുന്ന അറിയില്ല. നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സദ്യക്കുണ്ടോ? കഴിച്ചു. ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ബിക്കോസ് നമ്മളവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് മാതൃഭൂമിയുടെയും മീഡിയ വണ്ണിൻ്റെ ഒക്കെ ടീം വന്നിട്ട് നമ്മുടെ അടുത്ത് ഇതുപോലെ എന്താ ലൈവ് പോവാണ്, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ ദാറ്റ് വാസ് അവർ ഓണം. സോ മെനി സർപ്രൈസസ്, എ ഡേ ടുഗെദർ. സോ യാ, ഹായ് എവ്രിവൺ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ. ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞ കുറെ സമയമായിട്ട് തീർക്കാം. അഭിച്ച് സമ്മതിക്കില്ല. ടോപ്പിക്കിലേക്ക് വാ. പറയൂ. ഇവര് ഡ്രസ് മേടിച്ചത് ലുലു സെലിബ്രേറ്റ് എന്നാണ്. 2 സ്റ്റിച്ച് ചെയ്തതാണ്. ഡൺ. ചോദിച്ച എല്ലാവർക്കും റിപ്ലൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിപ്ലൈ തരാനായിട്ടുണ്ടായിരുന്നില്ല. ബബി റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ബൈ ഗൈസ്. സെറ്റ് മതി. ഷോർട്ട് ആൻഡ് ക്രിസ്പ്. അങ്ങനെ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ അവർ ലൈഫ്. ഒരുപാട് മെമ്മറീസ് ഇല്ലെങ്കിലും എന്താ ഞങ്ങൾക്ക് ഈവൻ നമ്മൾ ഒരുമിച്ചുള്ള ഡേയ്സ് ആണെങ്കിൽ കൂടി, ഒരുമിച്ച് നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും വെനെവർ വി ആർ ടുഗെദർ ദർ വിൽ ബി മെമ്മറീസ്. നമ്മൾ ഒരുപാട് ചിരിക്കും, ഒരുപാട് കാര്യം പറയും, വിൽ ഷെയർ എവറിത്തിങ്. സോ ഇറ്റ്സ് ബീയിങ് ലൈക്ക് ദാറ്റ് ആൻഡ് ഐ എം ലിറ്ററലി മച്ച് ഹാപ്പി ടു ഹാവ് ബോത്ത് ഓഫ് ദം ഇൻ മൈ ലൈഫ്. സോ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം തീരെ പ്ലാനിങ് ഇല്ലാണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് ടു ഗുഡ് ടു റിമെമ്പർ മച്ച് മെമ്മറീസ് ആൻഡ് ഓൾ. സോ അങ്ങനെ മോസ്റ്റ്ലി എല്ലാ വീഡിയോസും എല്ലാ വ്ലോഗ്സും റാൻഡംലി എടുക്കുന്നത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഈ നോർമലി ചെയ്യണ വീഡിയോസ് ആണെങ്കിൽ പോലും എന്താ ക്രൂ റിലേറ്റഡ് മാത്രമേ ഞാൻ കുറച്ചെങ്കിലും ഡെഡിക്കേഷനോട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം റാൻഡംലി ആയിരുന്നു. പക്ഷേ ഇൻ ദിസ് വീഡിയോ ഐ ഹാവ് ഗോട്ട് സം ക്ലിപ്സ് ആൻഡ് ഐ എം ലിറ്ററലി ഹാപ്പി. സോ ബൈ ബൈ.